നമ്മൾ ഷോപ്പേഴ്സ് വരെ വന്നേക്കാണ് കുറച്ച് പെർഫ്യൂം കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ മാത്രമല്ല, അത് ഇവനുണ്ട്. അവനെ ഞാൻ ജോലിയിൽ നിന്ന് വലിച്ചുകൊണ്ട് വന്ന. അതെ, ജോലി കഴിഞ്ഞ് ഒന്ന് നേരെ ഇരിക്കാൻ പോലും വീട്ടിൽ സമ്മതിച്ചില്ല. രാത്രിക്ക് തന്നെ അവനിപ്പോൾ പെർഫ്യൂം വേണം. നാളെ ഒന്നും അവന് നോക്കാൻ പറ്റത്തില്ല. ഫുഡ് പോലും കഴിച്ചിട്ടില്ല ജോലി കഴിഞ്ഞ്. പെർഫ്യൂം നോക്കാൻ സമയമൊക്കെ ഉണ്ടോ? ജോലി കഴിഞ്ഞ് വരുമ്പോൾ നോക്കാൻ പറ്റുള്ളൂ. നീ രാത്രി എന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ട് എനിക്കൊന്നും മര്യാദയ്ക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഇതൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. എനിക്ക് ഇതിൻ്റെ ഈ പാർഫം ഉണ്ടായിരുന്നു, ഓഡ പെർഫം മോസ്റ്റ് വാണ്ടഡിൻ്റെ ഓഡ പെർഫം ഉണ്ടായിരുന്നു. ഇതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഇത് അടിപൊളി സാധനമാണ്. ഇത് ഞാൻ ഇതുവരെ അണത്തിട്ടില്ല. പക്ഷെ ഇതും കൊള്ളാം. പക്ഷെ ഇത് അക്വാഡീജയുടെ വേറൊരു ജോർജ് അർമാനിയുടെ വേറൊരു പെർഫ്യൂമായിട്ട് ഭയങ്കര സിമിലാരിറ്റി ഉണ്ട് ഇതിന്. അതിവിടെ ഉണ്ടോ ഞാൻ നോക്കാം. സ്ട്രോങ്ങർ വിത്ത് യു അബ്സല്യൂട്ട്ലി ഇതിൻ്റെ ഇതുമായിട്ട് ഭയങ്കര സിമിലാരിറ്റി ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതൊരു മേടിച്ചില്ല. ഇത് എൻ്റെ കയ്യിലുണ്ടോ? ഇത് എൻ്റെ കയ്യിലില്ല. അതിന് ഞാൻ പറഞ്ഞത് അത് സെയിം സ്മെല്ലായതുകൊണ്ട് ഞാൻ അത് മേടിച്ചിട്ടില്ല. അക്വാഡീജ ഇല്ല. ഇതുണ്ട് അക്വാഡീജയുടെ ലൈനിലുള്ള എനിക്ക് ഈ ഓഡ ടോയ്ലറ്റ് ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ട്. ഈ സാധനം ഇവൻ്റെ ബർത്ത്ഡേക്ക് ഇവൻ എന്നെ വലിച്ചു കൊണ്ടുപോയി മേടിപ്പിച്ച സാധനം. ഇതോ? പിന്നെ ഇതിൻ്റെ ചെറുത് അത് ഇതാണ്. ഇതിൻ്റെ എലിക്സിയർ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ട് പോലുമില്ല. ഞാൻ ഇപ്പോൾ കുറേ നാളായിട്ട് ഫോളോ ചെയ്യാറ് പോലുമില്ല ഏതൊക്കെ ഇറങ്ങുന്നതെന്ന് കറക്റ്റ്. കാരണം ഇവർ ഇപ്പോൾ ഈ എല്ലാ ഡിസൈനർ ബ്രാൻഡും ചുമ്മാ അവർ സെയിം പെർഫ്യൂമിൻ്റെ തന്നെ എലിക്സിയറും പാർഫം അങ്ങനെയൊക്കെ പറഞ്ഞ് ചുമ്മാ ആ സെയിം എല്ലാം ഏതാണ്ട് സിമിലർ സ്മെല്ലായിരിക്കും. അതുകൊണ്ട് നമുക്ക് പുതിയതൊന്നും നമുക്കൊരു സെറ്റപ്പായിട്ട് തോന്നണില്ല. എല്ലാം ഏതാണ്ട് ഒരു സിമിലർ ആ പഴയ ഫ്രാഗ്രൻസ് തന്നെ കുറച്ചുകൂടി സ്ട്രോങ്ങർ ആക്കുന്നു എന്നല്ലാതെ ഒരു വലിയൊരു യൂണീക്നെസ് ഒന്നും ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഈ ജിവാൻഷിയുടെ അതിവിടെ ഇല്ല ഒരു ജെൻറ്റിൽമെൻ റിസർവ് പ്രൈവേ. ഈ സാധനം അടിപൊളിയാണ്. ഇത് ഓപ്പണിങ് ഒരു വിസ്കി സ്മെല്ലാണ്. ഭയങ്കര എനിക്കത് കുറച്ചും കൂടി ഒരു വിൻ്റർ ഫ്രാഗ്രൻസ് ആണിത്. കുറച്ച് റിച്ച് സ്മെല്ലുള്ളതാണ്. ഇവിടെ ഏറ്റവും വില കൂടിയൊക്കെയാണ് മിക്കവാറും. ഇവിടെ ഷനാലുണ്ട്, പിന്നെ ടോം ഫോർഡ് തന്നെയാണ് ഏറ്റവും വില കൂടിയത് ഇപ്പോൾ കറൻ്റ് ഇവിടെ ഞാൻ കണ്ടതിലുള്ളത്. നാട്ടിലുണ്ടോ ടോം ഫോർഡ്? ഉണ്ടല്ലോ, ടോം ഫോർഡ് എല്ലായിടത്തും ഉണ്ടല്ലോ. ഷസാമൊക്കെ ഉപയോഗിക്കുന്ന ഗ്ലാസ്സൊക്കെ നിറച്ചിട്ടില്ല, ടോം ഫോർഡിൻ്റെ ഞാൻ പറയാറുള്ളത്. തീരുമാനിച്ചോ? എനിക്ക് കുറച്ചുകൂടി എന്താ ഇഷ്ടപ്പെട്ടു. ഏത്? ഓംബ്രല്ല എത്ര? സോപ്പിൻ്റെ മണം ഉണ്ട് എന്ന് പറഞ്ഞു. സോപ്പിൻ്റെ മണം എന്നാ? $100 മിസ്റ്റർ. ഇത്തിരി വില കാണിക്കും അതിനെ. നിനക്ക് കുറച്ചുകൂടി ചൈൽഡിഷ് ഫ്രാഗ്രൻസ് ആയിരിക്കും എങ്ങനെയാണ് ഇഷ്ടം? ചൈൽഡിഷ് എന്നല്ല ഞാൻ പറഞ്ഞാൽ കുറച്ചുകൂടി സ്വീറ്റ് ആയിരിക്കും നിനക്ക് കിട്ടുന്നത്. ഇതൊന്നും അത്ര സ്വീറ്റ് ഫ്രാഗ്രൻസ് അല്ല. നിനക്ക് ചിലപ്പോൾ പാക്കോ റോബാൻ ഈ ലൈനിലുള്ളതൊക്കെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. എന്നാൽ കുറച്ചുകൂടി സ്വീറ്റ് ഫ്രാഗ്രൻസുകളാണ്. ഇതിറങ്ങിയപ്പോൾ എല്ലാവരും ഇതിനെ കളിയാക്കിയായിരുന്നു, ഈ ഒരു ബോട്ടിൽ ഷേപ്പ് കണ്ടിട്ട്. അല്ല, ഒരു റോബോട്ട് ഇതിൻ്റെ ബ്ലൂ അല്ലേ ഉണ്ട്? അല്ല, എൻ്റെ സിൽവർ ഉണ്ട്. ഈ ഓഡർ ടോയ്ലറ്റ് എൻ്റെ ഈ സാധനം എൻ്റെ ഉണ്ട്. അതൊരു സമ്മർ ആണ്, ബട്ട് അത്ര എന്താ പറയുക, ഒരു ഫ്രഷ് ഫ്രാഗ്രൻസ് അല്ല. അത് കുറച്ചും കൂടി എനിക്കൊരു കോക്കനട്ട് അങ്ങനത്തെ ഒരു സ്മെല്ലായിരുന്നു അതിന് കൂടുതലുണ്ടായത്. സീക്കയുടെ ഒന്നും ഞാനങ്ങനെ അത്ര എനിക്ക് ഇഷ്ടമില്ല. അതൊന്നും എനിക്ക് അത്ര ഇത് തോന്നിയിട്ടില്ല. എനിക്ക് ബാഡ് ബോയ് എനിക്കിഷ്ടമാണ്. ഈ കൊബാൾട്ട് എലിക്സിർ അടിപൊളിയാണ്. എൻ്റെ കയ്യിൽ ഈ കൊബാൾട്ട് ഉണ്ട്, കൊബാൾട്ട് EDP. അതിവിടെ ഇല്ല. ഇത് എലിക്സിർ മാത്രമേ ഉള്ളൂ അവർക്ക്. ഇതുവരെ പുതിയ ഫ്രാഗ്രൻസാണ്. ഇത് നല്ലതെന്ന് ആൾക്കാർ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ ട്രൈ ചെയ്തു, ബട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അത്. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ അന്ന് റെക്കമെൻഡ് ചെയ്തത്. അവൾ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ശരിക്കും ഒരു മെൻസ് ഫ്രാഗ്രൻസ് ആണ്, ബട്ട് പാക്കോ റോബൻ്റെ എല്ലാം ഭയങ്കര സ്വീറ്റ് ആയതുകൊണ്ട് കുറേ കൂടി ഒരു ഫീമെയിൽസിന് ഉപയോഗിക്കാൻ പറ്റും. ഇത് പെണ്ണുങ്ങളല്ല, അത് നിങ്ങളുടെ ഗുഡ് ഗേൾ ബോട്ടിൽ. ഇവരുടെ ഈ കാരോലിന ഹെറയുടെ ബോട്ടിലൊക്കെ കാണാൻ നല്ല രസമാണ്. കണ്ടോ? ഇത് കണ്ടില്ല, ആണുങ്ങളുടെ തണ്ടറും ബാഡ് ബോയ് തണ്ടറും ഗുഡ് ഗേള് അതുപോലെ ഒരു ചെരുപ്പിൻ്റെ പോലത്തെയൊക്കെ. പിന്നെ ജോൺ പോൾ ഗോട്ടിയെ നല്ലൊരു ഓപ്ഷനാണ്. അവർക്കും കുറച്ച് നല്ല ഫ്രാഗ്രൻസ് ഉണ്ട്. പിന്നെ വെർസാച്ചയ്ക്കും അത്യാവശ്യം എനിക്കിഷ്ടമാണ്. വെർസാച്ചയുടെ എറോസ് ആ ലൈനപ്പിലുള്ള കുറച്ച് ഫ്രാഗ്രൻസ് എനിക്കിഷ്ടമാണ്. എനിക്ക് ഡോൾജെ ആൻഡ് ഗാബാനയുടെ ഈ പുതിയതൊക്കെ ഞാൻ ട്രൈ ചെയ്തു. എനിക്ക് ഡോൾജെ ആൻഡ് ഗാബാന എനിക്ക് ഈ ഒരു സാധനം നീ ഓർക്കുന്നുണ്ടോ? നമ്മൾ വന്ന് ഇത് റിലീസ് ചെയ്ത സമയത്ത് നമ്മൾ വന്ന്
കണ്ടായിരുന്നു. പക്ഷേ ടീഷർട്ടിൻ്റെ കളറുണ്ട്. അതിൻ്റെ ഒരു സെയിം ടീഷർട്ടിൽ ഈ ഒരു പാറ്റേൺ ഉള്ളൊരു ടീഷർട്ട് ഉണ്ട്. അപ്പോൾ ഇത് പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ലായിരുന്നു. അത് എനിക്കിത് ഇവരുടെ ലൈറ്റ് ബ്ലൂവിൻ്റെ ഇൻറ്റൻസ് ആയത് ഒരു EDB വരുന്നൊരു ഫ്രാഗ്രൻസ് ഉണ്ട്, അത് എനിക്കിഷ്ടമാണ്. അത് ഭയങ്കര ഫ്രഷാണ്. പിന്നെ ഇതറിയാലോ, ഡിയോ സവാജ്. അതിൽ ഡിയോ സവാജ് പാർഫം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഓഡ് പെർഫ്യൂം. എനിക്ക് ഓഡ് പെർഫ്യൂം ആണ് കുറച്ചും കൂടെ. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ ഈ ഡിയോറിൻ്റെ സാധനം ഇരിപ്പുണ്ട്. ഞാൻ മണത്ത് നോക്കിയ സമയത്ത് കറക്റ്റ് ഒരു തൈരത്തിൻ്റെ മണം. ആ സാധനമാണ് നിൻ്റെ കയ്യിലുള്ള എലിക്സർ എൻ്റെ കയ്യിലുണ്ട്. അത് ഇവിടെ അതേ ഇരിക്കുന്നു. ഇതിന് നല്ല വില കേട്ടോ. ഇതിന് എത്രയാണെന്നറിയോ? ഇതിനൊരു $300 ഉണ്ടാവും മിക്കവാറും. ഇതിനൊരു $300 റേഞ്ച് വരും. ഇതിൻ്റെ ഒരു 100 ml എൻ്റെ ഇരിക്കുന്നത് $310. കറക്റ്റ് തൈലം മണമുള്ള സാധനം അത്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഓഡർ പെർഫ്യൂം ഉണ്ട്. ഇത് നല്ല സാധനമാണ്. പിന്നെ ബ്ലൂ ഡേ ഷനൽ, പിന്നെ സ്പൈസ് ബോംബ്. ഇതുണ്ട് വെർസാച്ചയുടെ പുതിയ സാധനം കേട്ടോ. ഇത് വെറോസ് എനർജി മേടിക്കുമ്പോൾ ഒരു ബാഗ് ഫ്രീ കിട്ടും. ഈ സാധനം ഡഫൽ ബാഗ്. അപ്പോൾ എന്ത് തീരുമാനിച്ചു? എടുക്കണ്ടോ? ഞാൻ പറഞ്ഞത് എൻ്റെ കാർഡ് എടുക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ അത് നീ നോക്കിയിരിക്കത്തേ ഉള്ളൂ. എൻ്റെ കയ്യിൽ പുള്ളിക്കാരി അവിടെ നോക്കുന്നുണ്ട്, എടുക്കുന്നുണ്ടോ പുള്ളിക്കാരി അവിടെ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എന്താ ഡിയോറിൻ്റെ പെർഫ്യൂമാണോ? ഓക്കെ. ലിബാമാ. എൻ്റെ പൊന്നെ, ലിബാമിൻ്റെ വില ഉണ്ട് ഇത്രയും ചെറുത്. $54 ഡിയോറിൻ്റെ. ബ്രാൻഡിനാണ് കാശെല്ലാം എൻ്റെ കയ്യിലിരിക്കണം. കാശെല്ലാം എൻ്റെ കയ്യിലിരിക്കണം. മേടി വേണ്ട, വാ എന്നാൽ ഇറങ്ങിപ്പോ. ഇത് പുള്ളിക്കാരി ഇനി ചോദിക്കും. പുള്ളിക്കാരി പറഞ്ഞിട്ട് പോകണോ? പറഞ്ഞിട്ടു. നമ്മൾ പാർക്കിംഗ് ലോട്ടിൽ വന്നപ്പോൾ ഇത് 2 സെയിം കുറവാണ്, ബ്ലൂ റെഡ്. എന്നാൽ പോയേക്കാം. ലെറ്റ്സ് ഗോ. ഫുഡ് എന്തെങ്കിലും കഴിക്കട്ടെ, നല്ല വിശപ്പ്. റേസ് ചെയ്യ് ആനെ. റേസ് ചെയ്ത് ഗ്യാസ് ഇപ്പോൾ തീരും. റേസ് ചെയ്ത് AC ഒക്കെ കുറയ്ക്കടാ. ചൂടെടുത്തിട്ട് വയ്യ മനുഷ്യൻ. അവിടെ എത്തണ്ടേ? നിനക്ക് ഇതൊക്കെ അങ്ങോട്ട് പോടാ. എവിടെയാ പമ്പ്? നമ്മൾ ഷവർമ കുച്ചാൻ പോകണം. ഏത് ഭാഷ? ഈ 90s കിളവനോടൊക്കെ പറഞ്ഞു മനസ്സിലാവുന്നില്ല. നിനക്ക് എന്താ വേണ്ടത്? ഷവർമ എന്നെ ചെയ്ത് ഷവർമ കടയിൽ പിന്നെ ചോറും കറിയും കിട്ടത്തില്ല. അവിടെ പോയി നോക്കാം. എനിക്ക് ആ പബ്ബ് ഉണ്ടല്ലോ, ആ പബ്ബിൽ എനിക്കൊരു കഥയുണ്ട്. നിനക്ക് ഇവിടുത്തെ എല്ലാ പബ്ബിലും ഉണ്ടാവും ഒരു കഥ. എല്ലാ പബ്ബിലും ഒന്നുമില്ല. ഷവർമ വെട്ടിയിട്ടേക്കണുണ്ട്. ഷവർമ ഷേവ് ചെയ്തിട്ടാണ് വേണ്ടത്. താങ്ക് യു. ഫുഡ് വന്നു. വിശന്നിട്ട് വയ്യ. അപ്പോൾ ഇനി കഴിച്ചിട്ട് ബാക്കി. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നേരെ വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങുക. രാവിലെ കുറച്ച് പരിപാടി ഉണ്ട്. അല്ലടാ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ശരി, ബൈ.